വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ചെറിയച്ഛൻ. 13കാരുടെ മരണത്തിൽ പോലീസിന് മൊഴി നൽകാൻ 9 വയസ്സുകാരി തയ്യാറായിരുന്നെങ്കിലും അമ്മ സമ്മതിച്ചില്ല. 13 വയസ്സുകാരി തൂങ്ങി മരിച്ച മുറിയിൽ മദ്യക്കുപ്പികളും ചീട്ടുകെട്ടുകളും ഉണ്ടായിരുന്നു. കുട്ടിയുടെ നെഞ്ചിലും തുടയിലും പൊള്ളിയ പാടുണ്ടായിരുന്നുവെന്നും ബീഡി കൊണ്ട് പൊള്ളിച്ചതാകാമെന്ന് കരുതുന്നതായി മരിച്ച കുട്ടികളുടെ ചെറിയച്ഛൻ പറഞ്ഞു. ഇതൊക്കെ നോക്കുന്ന സമയത്ത് അവിടെ ഒരു 3-4 ചാക്ക് കുപ്പിയുണ്ടാവും. 1 ലിറ്ററിൻ്റെയും 1 ലിറ്ററിൻ്റെയും ഈ വ്യക്തിയും ഞാനും കൂടെയാണ് ഇതിനെ പെറുക്കിയൊക്കെ കളഞ്ഞത്. ഈ രാജം പറഞ്ഞാൽ അത് കഴിഞ്ഞ് അപ്പുറത്തെ റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു 10-15 ആൾക്കാർ ചീട്ട് വിളിച്ചെങ്കിൽ ഇതിലൊക്കെ തൂക്കിങ്ങനെ വെച്ച് തിരിഞ്ഞിട്ട് ഒരു 8-9 ചീട്ടുകെട്ടും ഉണ്ടാവും അവിടെ. ആയിഷത്തുൽ ഷംന ചേർന്നു. ഷംന, വാളയാർ കേസിൽ CBIയുടെ നീക്കമടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് കൂടി ഇങ്ങനെ ഒരു മൊഴി ആദ്യമായിട്ട് കൂടിയാണോ ചെറിയച്ഛൻ നൽകുന്നത്? തീർച്ചയായും അപർണ, നിർണായകമായ ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെ ചെറിയച്ഛൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ കുട്ടിയുടെ തുടയിലും നെഞ്ചിലും പൊള്ളലേൽപ്പിച്ച പാടുണ്ടായിരുന്നു. മൂത്ത കുട്ടി മരിച്ചപ്പോൾ അതിന് രണ്ടാമത്തെ കുട്ടി സാക്ഷിമൊഴി നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ അമ്മ സമ്മതിച്ചില്ല, വലിച്ചിഴച്ച് കുട്ടിയെ കൊണ്ടുപോയി എന്നതടക്കം ഈ ചെറിയച്ഛൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഗുരുതരമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഈ വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്ക് നേരെ വരുന്നത്. ആദ്യം തന്നെ CBI നേരത്തെ തന്നെ ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ നേരത്തെ രംഗത്തെത്തിയിരുന്നു. ഇതിൽ ഈ കുറ്റക്കാരാണ്, അമ്മയും അച്ഛനും കുറ്റക്കാരാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. കൃത്യമായി ഈ പെൺകുട്ടികളെ പീഡനത്തിലേക്കും അതുപോലെ ആത്മഹത്യയിലേക്കും തള്ളിവിട്ടത് അല്ലെങ്കിൽ അതിന് പ്രേരണ നൽകിയത് മാതാപിതാക്കൾ കൂടിയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CBI നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആദ്യം 6 കേസുകളിലായിരുന്നെങ്കിൽ പിന്നീട് കഴിഞ്ഞ ദിവസമാണ് മറ്റു 3 കേസിൽ കൂടി ഈ അമ്മയ്ക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചത്. ഇനി തുടരന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ 25-ാം തീയതി നടക്കാനിരിക്കുകയാണ്. സമൻസ് അയക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് CBI കടക്കാനിരിക്കുന്ന വേളയിൽ കൂടിയാണ് ഈ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും ഈ ചെറിയച്ഛൻ പറയുന്നതനുസരിച്ച് ആദ്യ കുട്ടി മരിച്ചപ്പോൾ അതിന് മൊഴി നൽകാൻ രണ്ടാമത്തെ കുട്ടി തയ്യാറായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ആ മാതാപിതാക്കൾ അതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ ആ രണ്ടാമത്തെ കുട്ടിയെ പിന്നീട് അവിടുന്ന് വലിച്ചിഴച്ച് കൊണ്ടുപോയി എന്നത് വലിയ ചോദ്യമായി ഉയർന്നു. കാരണം ഈ അമ്മയ്ക്കെതിരെ CBI അടക്കം കുറ്റപത്രം സമർപ്പിച്ച ഒരു വേളയിൽ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വരുന്നത് ഏറെ നിർണായകമാകും, അക്കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു കാര്യം, ഈ എടുത്തു പറയുന്നത് ഈ കുട്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ, അതോടൊപ്പം ഈ 13കാരിയുടെ മുറിയിൽ ചീട്ട് കെട്ടുകളും അതുപോലെ മദ്യക്കുപ്പികളും ഉണ്ടായിരുന്നു. ഇത്തരം വെളിപ്പെടുത്തൽ അടക്കം വരും ദിവസങ്ങളിൽ ഏറെ നിർണായകമാകും, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം 25-ാം തീയതിയാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത് അപർണ. അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തൽ അടക്കം നിർണായകമാകും. ഒപ്പം തന്നെ ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ ഇതുവരെ 9 കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിൽ 2 എണ്ണത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് റിപ്പോർട്ട് കൂടി ഇപ്പോൾ CBI സമർപ്പിച്ചിട്ടുണ്ട്. റൈറ്റ്. ഏതായാലും കോടതിയിൽ പരിഗണിക്കുന്ന സമയത്ത് കൂടിയാണ് നിർണായകമാകാൻ ഏറെ സാധ്യതയുള്ള ചെറിയച്ഛനെ മൊഴി കൂടി അമ്മയ്ക്കെതിരെ, വാളയാർ പെൺകുട്ടികളുടെ അമ്മയ്ക്കെതിരെ വന്നിരിക്കുന്നത്. ഷംന.